everyone, this is Mariam Jumana, trainee pilot ആണ്. പിന്നെ ഇത് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 കാണാത്തവർ അത് പോയി കാണുക. ഈ വീഡിയോയിൽ ഞാൻ സബ്ജക്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ തിയറി ഞാൻ പറഞ്ഞു, തിയറി നമ്മൾ ചെയ്യുമ്പം ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 6 സബ്ജക്ട്സ് എഴുതണം. പുറത്ത് ഫ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ 3 സബ്ജക്ട്സ് ആണ്. നമ്മളെ സബ്ജക്ട്സ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എയർ നാവിഗേഷൻ ആണ്. അതിലാണ് നമ്മൾ മാത്സും ഫിസിക്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ച് മാത്തമാറ്റിക്സ് ആയിട്ടാണ് കൂടുതലും ബേസ് ചെയ്തിട്ട് വരുന്നത്. രണ്ടാമത്തെ സബ്ജക്റ്റാണ് റെഗുലേഷൻ. അതിൽ കുറേ നിയമങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ മൂന്നാമത്തെ സബ്ജക്റ്റ് മെറ്ററോളജിയാണ്. നമ്മൾ ക്ലൈമറ്റ് ബേസ് ചെയ്തിട്ട് ക്ലൗഡ്സ് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളത്. അത് നല്ല ഈസി സബ്ജക്റ്റാണ്. പിന്നെ വരുന്നത് ടെക്നിക്കലാണ്. ടെക്നിക്കൽ 2 പാർട്ടായിട്ടുണ്ട്. അത് 2 സബ്ജക്റ്റായിട്ടാണ്. ടെക്നിക്കൽ സ്പെസി ഉണ്ട്, ടെക്നിക്കൽ ജനറലുണ്ട്. ടെക്നിക്കൽ ജനറൽ എന്ന് പറഞ്ഞാൽ അതിൽ ഈ എയർക്രാഫ്റ്റിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്, എങ്ങനെ വർക്കിങ്ങും കാര്യങ്ങളും എങ്ങനെ, അതാണ് അതിൽ ടെക്നിക്കൽ ജനറൽ പഠിക്കുന്നത്, ഒരു എൻജിനീയർ ലെവൽ. പിന്നെ ടെക്നിക്കൽ സ്പെസിയാണ്. ടെക്നിക്കൽ സ്പെസി എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് എയർക്രാഫ്റ്റാണോ ഓടിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലായി പഠിച്ചിട്ട് എഴുതുന്ന എക്സാമാണ്. പക്ഷേ സ്പെസി എന്ന് പറയുമ്പം അങ്ങനെ വല്ലാതെ പഠിക്കാനൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ള. അത് സ്പെസി കുറച്ച് ഈസിയാണ്. പിന്നെ വരുന്നത് റേഡിയോ ടെലികമ്മ്യൂണിക്കേഷനാണ്, RTR എന്ന് പറയും. അത് ഞാൻ അന്ന് തിയറി പഠിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഈസി സബ്ജക്റ്റും കൂടെയാണ്. ഈ RTR നമുക്ക് 2 പാർട്ട് ഉണ്ട്. പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. നമ്മൾ പാർട്ട് 1 റിട്ടൺ ടെസ്റ്റാണ്. അത് നമുക്ക് 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് അവർ ക്വസ്റ്റ്യൻ പേപ്പർ തരും. ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് നമുക്ക് ചാർട്ട്സും ഉണ്ടാവും. നമുക്ക് ഓരോ ചാർട്ട്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചാർട്ട്സ് നമ്മുടെ മുന്നിലുണ്ടാവും. ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നമ്മൾ തന്നെ എഴുതും വേണം. നമ്മളെ ബാക്കിൽ വേറൊരു സാറും കൂടെ ഉണ്ടാവും. നമ്മൾ എയർക്രാഫ്റ്റിൽ എങ്ങനെയാണോ ഇരുന്ന് സംസാരിക്കുന്നത് ആ ഒരു സെറ്റപ്പ് ആയിരിക്കും നമ്മൾ എക്സാം ഹാളിന് പോകുമ്പം. അത് നമ്മൾ പാർട്ട് 1 എന്ന് പറയുമ്പം അതിൽ റിട്ടൺ ടെസ്റ്റ്, നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുക, എന്നിട്ട് എഴുതുമ്പോൾ നമ്മൾ ഇന്ന റൂട്ടിലൂടെയാണ് പോകേണ്ടത്, അങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അത് എഴുതും വേണം, അതിൻ്റെ കൂടെ സാറിന് പറഞ്ഞു കൊടുക്കും വേണം. അപ്പോൾ സാറും നമുക്ക് റിപ്ലൈ തരും, ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ എഴുതും വേണം. അത് കുറച്ച് ടാസ്ക്കാണ്. നമ്മൾ ടൈമറൊക്കെ വെച്ച് പഠിക്കണം അത് 20 മിനിറ്റിൻ്റെ ഉള്ളിൽ. പിന്നെ പാർട്ട് 2 ആണ്. പാർട്ട് 1 പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് 2 പോകാൻ പറ്റുള്ളൂ. പാർട്ട് 2 ഇൻ്റർവ്യൂ ആണ്. അത് നമ്മൾ ഈ തിയറിയിൽ ബാക്കി സബ്ജക്ട്സൊക്കെ എന്താണോ പഠിക്കുന്നത് അത് തന്നെയാണ് പാർട്ട് 2 ചോദിക്കുക. അത് നമുക്ക് പാർട്ട് 1 പാർട്ട് 2 ക്ലിയർ ചെയ്താൽ നമുക്ക് RTR ലൈസൻസ് കിട്ടും. നമ്മൾ പാർട്ട് 1 ഇനിയിപ്പോൾ ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് 2 എൻ്റർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പിന്നെയും അടുത്ത അറ്റംപ്റ്റ് എഴുതണം. അതിൽ പാർട്ട് 1 പാസ്സാവണം. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെയാണ് 6 സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഇപ്പം പുറത്ത് പോയി ഫ്ലൈയിങ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ 3 സബ്ജക്ട്സാണ് എഴുതേണ്ടത്. അത് നാവിഗേഷൻ, എയർ നാവിഗേഷൻ, മെറ്ററോളജി ആൻഡ് റെഗുലേഷൻ ആണ്. ബാക്കി സബ്ജക്ട്സിന് പകരം അവിടുത്തെ സബ്ജക്ട്സ് എഴുതാനുണ്ടാവും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ തന്നെ കുറേ എക്സാംസ് ഉണ്ട് എഴുതാൻ. ആ എക്സാംസൊക്കെ ക്ലിയർ ചെയ്താലേ CPL കിട്ടുള്ളൂ. അത് പിന്നെ CPL കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ത്യയിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ അത് ഏത് ഫോറിൻ കൺട്രിയിലായിക്കോട്ടെ അവിടുത്തെ CPL നമ്മൾ ഇന്ത്യയിലോട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാനുള്ള ഈ എക്സാംസ് നമ്മൾ ആദ്യം തന്നെ എഴുതി പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എക്സാമൊക്കെ ക്ലിയർ ചെയ്യണം. ഓക്കെ, ഇനിയിപ്പം ഫ്ലൈയിങ് കഴിഞ്ഞിട്ട് വന്നിട്ട് ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മേ ബി ടൈം പിടിക്കും. കാരണം 3 എക്സാംസ് ഉണ്ട്. 3 എക്സാമും ക്ലിയർ ചെയ്യണമല്ലോ. പിന്നെ ഈ എക്സാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ഡിമാൻഡും റെഗുലറും എക്സാമും ഉണ്ട്. ഇപ്പം റെഗുലർ എക്സാം നമ്മൾ 3 മാസം കൂടുമ്പോഴാണ് എക്സാം വരുന്നത്. പിന്നെ ഓൺ ഡിമാൻഡ് എക്സാം ബാക്കി 3 മാസം കൂടുമ്പോൾ അല്ലാതെ ബാക്കി 2 മാസം വരുന്നതാണ്. ഓക്കെ, അപ്പം ഓൺ ഡിമാൻഡിൽ 5000 റുപ്പീസാണ് എക്സാമിന് വരുന്നത്. പിന്നെ റെഗുലർ എക്സാമിന് 2500 വരുന്നത്. ഇപ്പോൾ റെഗുലർ എക്സാം നമ്മൾ കേരളത്തിൽ കൊച്ചി മാത്രമേ വരുന്നുള്ളൂ റെഗുലർ എക്സാമിൽ. ബാക്കി ഓൺ ഡിമാൻഡൊക്കെ ബാംഗ്ലൂർ, ചെന്നൈ, കൊൽക്കത്ത, മുംബൈ അങ്ങനെ സിറ്റീസിലാണ്. അപ്പം ഈ എക്സാം എഴുതുമ്പോൾ അഥവാ ഒരു എക്സാമിൽ ഫെയിലായി കഴിഞ്ഞാൽ 42 ഡേയ്സ് ബാൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു എക്സാം തന്നെ നമുക്ക് പിന്നെ എഴുതാൻ പറ്റുള്ളൂ. ഇപ്പം ഇത്രയാണ് നമ്മൾ സബ്ജക്ട്സ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജസ് അയയ്ക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ ഞാൻ ഫ്ലൈയിങ്ങിനെ കുറിച്ചും ഈ CPL ലൈസൻസിനെ കുറിച്ചും അതിന്
അതിൻ്റേതായിട്ടുള്ളൊരു വീഡിയോ ഞാൻ പറയാം.